أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن جهنم لموعدهم أجمعين لها 7 أبواب لكل باب منهم جزء مقسوم. صدق الله العظيم. സൂറത്തുൽ ഹിജ്ർ 43-4 ആയത്തുകൾ. ഇന്ന ജഹന്നമ, നിശ്ചയം നരകം, ലമൗഇദുഹും, അവരുടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലമാകുന്നു. മൗഇദ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു, മൗഇദ് വാഗ്ദാനം ചെയ്ത സ്ഥലം ഓർ സമയം. ഇവിടെ വാഗ്ദത്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അജ്മഈൻ, സകലരുടെയും. ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, നിശ്ചയം നരകം അവരുടെ സകലരുടെയും വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലമാകുന്നു. ലഹ, അതിനുണ്ട് 7 അബ്വാബിൻ, 7 വാതിലുകൾ. ലിക്കുല്ലി ബാബിൻ, എല്ലാ വാതിലിനുമുണ്ട്. മിൻഹും, അവരിൽ നിന്ന്. ജുസുഉം മഖ്സൂം, ജുസുഉൻ ഭാഗം, മഖ്സൂം വീതിക്കപ്പെട്ട, അഥവാ ഒരു വിഹിതമുണ്ട് എന്നർത്ഥം. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, ഗാവീങ്ങളിൽ നിന്ന് അഥവാ വഴിതെറ്റിയവർ അല്ലെങ്കിൽ അവിവേകം പ്രവർത്തിച്ചവർ, അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഇബ്ലീസിനോട് പറഞ്ഞതാണല്ലോ തൊട്ടുമുകളിലുള്ളത്. അപ്പോൾ ആരാണ് ഈ ഗാവീൻ, അല്ലെങ്കിൽ ഗാവീനിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഗാവീൻ ആരാണെന്നല്ല, അവർക്ക് എന്താണ് ഉള്ളത് എന്ന്. എല്ലാ ഗാവീനും, സകല ഗാവീങ്ങളെയും ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഇടുമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇടാൻ നിശ്ചയിച്ചിട്ടുള്ളത് അത് ജഹന്നമാകുന്നു, നരകമാകുന്നു. ഇന്ന ജഹന്നമ ലമൗഇദുഹും, നിശ്ചയം അവരുടെ സങ്കേതം അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിച്ച സ്ഥലം നരകമാകുന്നു എന്ന് പറഞ്ഞാൽ മതി. അജ്മഈൻ എന്ന് പറഞ്ഞത് അവരെ ഒന്നുകൂടി, നേരത്തെ പിശാച്ച് ഇബ്ലീസ് പറഞ്ഞപ്പോൾ വല ഒവിയന്നഹും അജ്മഈൻ എന്ന് പറഞ്ഞല്ലോ, സകലരെയും ഞാൻ പഴപ്പിക്കുന്നു. അള്ളാൻ്റെ മറുപടി, അങ്ങനെ പഴച്ച സകലരെയും ഞാൻ നരകത്തിലിടുകയും ചെയ്യും എന്നാണ്. അങ്ങനെ അതിനൊരു കൂടുതൽ ഒരു ഊന്നൽ, ഒരു സ്ട്രെസ്സ് വരാൻ വേണ്ടിയിട്ടാണ് അജ്മഈൻ എന്നത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ആ നരകത്തിൻ്റെ വിശദീകരണമാണ്. ലഹാ 7 അബ്വാബിൻ, അതിന് നരകത്തിന് 7 വാതിലുകളുണ്ട്. ലിക്കുല്ലി ബാബിൻ മിൻഹും ജുസുഉം മഖ്സൂം, ആ ഗാവീങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് നരകത്തിന് ഓരോ വാതിലിനും അതിനു വേണ്ടി ഓഹരി വെക്കപ്പെട്ട ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൻ്റെ വാതിലുകളെക്കുറിച്ച് ഗൈബായ ലോകത്ത് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് വാതിൽ എന്നൊന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. പണ്ഡിതന്മാർ ചില നിഗമനങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. അതിലൊന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടാണ്. അത് പിന്നെ അത്ബാഖ് അഥവാ തട്ടുകളായിട്ട് 7 തട്ടുകളുണ്ട്. ഓരോ തട്ട് നിറയുമ്പോഴും അടുത്ത തട്ടിലേക്ക്, അങ്ങനെ നരകത്തിൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വാതിലുകൾ എന്ന് ഖുർആനിൽ അതിന് അനുകൂലമായ സൂചനയുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്നൊക്കെ പറഞ്ഞത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ അടുക്ക് നിറയുമ്പോൾ അടുത്തതിലേക്ക്, ഇങ്ങനെയാണ് 7 ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ആ വിശദീകരണത്തിൻ്റെ ഒരു ന്യൂനത, ഓരോ ബാബിനും അതിൻ്റേതായ വിഹിതം
ആളുകളുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഓരോ വാതിലിലൂടെയും കടക്കുന്ന ആളുകൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതിനെ ഓരോ വാതിലിനും അതിലൂടെ നരകത്തിൽ കടക്കേണ്ടത് ആരാണ് എന്ന് ഉള്ള ആളുകളുണ്ട് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ ഒന്നിലൂടെ കടക്കുക തൗഹീദ് ഉണ്ടായിരിക്കെ മുവഹിദുകളായ ആളുകൾ സ്വന്തത്തോട് ദുൽമ ചെയ്തവർ ആണ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നരകത്തിൽ പോകുന്ന ആളുകളാണ്. അവരാണ് ഏറ്റവും മുകൾ തട്ടിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞ നരകം, നരകത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നരകം ഉണ്ടാക്കുക. അവരാണ് പിന്നീട് സ്വർഗത്തിലേക്ക് പാപത്തിൻ്റെ ശിക്ഷ തീരുമ്പോൾ മോചിപ്പിക്കപ്പെടുന്ന ആളുകളൊക്കെ. പിന്നീട് അങ്ങനെ ഓരോ വിഭാഗങ്ങളും, മഗ്ലൂബുകൾ, ലാല്ലുകൾ, അതിൽ തന്നെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, സാബികൾ, മുശ്രിക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ളവരായിട്ട് അവസാനം ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഏറ്റവും ഗൗരവമേറിയ അടിയിലെ തട്ടിൽ മുനാഫിക്കുകൾ. അങ്ങനെയൊക്കെയാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഓരോ വിഭാഗവും ഏതിലൂടെയാണ് നരകത്തിൽ കടക്കുക എന്നും ഒക്കെ നരകത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഉണ്ടാകും എന്നാണ്. മൂന്നാമത്തെ ഒരു വിശദീകരണം, എല്ലാ വിഭാഗത്തിൽ നിന്നും അവരവരുടെ ധിക്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും ഗൗരവത്തിനനുസരിച്ച് കൊടുംപാപികൾ കടക്കുന്ന ഒരു വാതിൽ, അതിൽ കുറഞ്ഞവർ ഇങ്ങനെ ഉള്ള വിഭാഗം ഉണ്ടാകും എന്ന് വിശദീകരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഒക്കെ ഉദ്ധരിക്കപ്പെട്ട എന്നാൽ അത്ര റിപ്പോർട്ട് കൊണ്ട് പ്രബലമല്ലാത്ത വിശദീകരണങ്ങളുണ്ട്. പിന്നെ നരകം നെരിയാണി വരെ. അപ്പോൾ അതിൻ്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അബൂ താലിബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ലളിതമായ ശിക്ഷ കിട്ടുന്നയാളാണ്, നെരിയാണി വരെ എത്തുന്ന തീക്കുഴിയിൽ നിർത്തും, അപ്പോൾ തലച്ചോറ് ഉരുകി ചെവിയിലൂടെ വലിക്കും എന്നൊക്കെ പറഞ്ഞത് അബൂ താലിബിന് കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പോൾ അങ്ങനെ നെരിയാണി വരെ മാത്രം തീ തൊടുന്ന ആളുകൾ, അതുപോലെ അവിടുന്ന് അങ്ങോട്ട് പാപത്തിൻ്റെ തോതനുസരിച്ച് ഇങ്ങനെ 7 മണ്ഡലങ്ങൾ, അങ്ങനെ ഓരോരുത്തരോടും അവരുടെ ധിക്കാരത്തിൻ്റെ, പാപത്തിൻ്റെ, ശിർക്കിൻ്റെ, കുഫറിൻ്റെ ഒക്കെ തോതനുസരിച്ച് നരകം അനുഭവിക്കേണ്ടി വരുന്ന 7 വിഭാഗം ആളുകളുണ്ടാകും എന്നാണ് മറ്റൊരു വിശദീകരണം. ഇമാം ഇബ്നു ജരീർ തൊബരി ഈ വാതിലുകളുടെ പേരുകളൊക്കെ ആയിട്ട് ഖുർആൻ നരകത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അതൊക്കെ ഓരോ നരകത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വാതിലിലൂടെ കടന്നാൽ എത്തുന്ന നരകത്തിൻ്റെ പേരാണ് എന്ന തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ തൊബരി അല്ല, ഇബ്നു ജുറൈജ്. അതിൽ ഒരു വാതിലിൻ്റെ പേര്, പിന്നെ 7 വാതിലുകളുണ്ട്. ഒന്നാമത്തേത് ജഹന്നം. ഖുർആൻ ജഹന്നം എന്ന് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ലള്ള, ഖുർആൻ നരകത്തെക്കുറിച്ച് ഉപയോഗിച്ച വാക്കാണ് ലള്ള എന്നത്. പിന്നെ ഹുത്തമ, ഒമാ അദറാക്കമൽ ഹുത്തമ എന്നൊക്കെ ചോദിച്ചത്. പിന്നെ സഈർ, സൂറത്തുൽ മുൽക്കിലൊക്കെ വന്നത്. പിന്നെ സഖർ, മാ സലക്കക്കും ഫി സഖർ എന്നൊക്കെ ചോദിച്ചത് അത്. പിന്നെ ജഹീം, അസ്ഹാബിൽ ജഹീം എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. 7-മത്തേത് അൽ ഹാവിയ, വമാ അദറാക്ക മാഹിയ, അല്ലേ, ഉമ്മുഹു ഹാവിയ വമാ അദറാക്ക മാഹിയ. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരുകൾ. ഇതൊക്കെ നരകത്തിനെ കുറിച്ച് പറഞ്ഞതാണല്ലോ അല്ലാഹു തആല. ഓരോന്നും ഓരോ നരകത്തിലെ ഓരോ ബ്ലോക്കിൻ്റെ പേരുകളാകുന്നു എന്നാണ് പറഞ്ഞത്. മൊത്തത്തിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നരകം വളരെ വലുതാണ് എന്നാണ്. എല്ലാവരെയും ഇടാൻ കൊള്ളും, ആ തരത്തിലാണ് ഇവിടെ അത് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 7 വാതിലുകൾ ആരൊക്കെയാണ് എന്ന് നമ്മളെ അറിയിക്കുകയല്ല, സകലരെയും ഇടാൻ മാത്രം വിശാലതയുള്ളതാണ്. ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് ആ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വ റസൂലുഹു അലം എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലിൻ്റെ
ശബ്ദമാണത്. അത് ഇപ്പോഴാണ് അവിടെ എത്തുന്നത്. ആ ശബ്ദം നിങ്ങളെ പ്രത്യേകം കേൾപ്പിച്ചതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ വിശദീകരണം. അപ്പോൾ 70 കൊല്ലം എറിയപ്പെട്ട ഒരു കല്ല് വീണുകൊണ്ടേ ഇരുന്നിട്ട് അടിയിലെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര വലുതായിരിക്കും നരകം എന്ന് ആലോചിക്കാവുന്നതാണ്. അങ്ങനെയുള്ള നരകത്തിലേക്ക് എറിയും ഭാവികളായ അവിവേകം പ്രവർത്തിച്ച് പിശാചിൻ്റെ പിന്നാലെ പോയ സകലതിനെയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അല്ലാഹു തആല ഇത് പറഞ്ഞിരിക്കുന്നത്. ആധുനികരായ പണ്ഡിതന്മാരിൽ ചിലർ ഈ പറയുന്ന 7 എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ച 7 പാപങ്ങളാണ്. അതിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അവകാശങ്ങൾ കവർന്നവരുണ്ട്, ശിർക്ക് ചെയ്തവരുണ്ട്, കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ, വ്യഭിചാരം ചെയ്തവർ, കൊലപാതകം നടത്തിയവർ, അതുപോലെ കള്ളസത്യം ചെയ്തവർ, ദുർബലർക്ക് നേരെ മർദ്ദനമഴിച്ചു വിട്ടവർ, അതുപോലെ കലാപം സൃഷ്ടിച്ചവർ, ഇങ്ങനെയൊക്കെ പാപങ്ങളായിട്ട് പരിശുദ്ധ ഖുർആൻ എണ്ണിയ 7 ഐറ്റങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ 7 പാപങ്ങൾ ചെയ്തവർ അതിൻ്റെ പേരിൽ മാത്രം നരകം അനുഭവിക്കുക എന്നത് വിദൂരമായൊരു കാര്യമാണ്. പകരം ഷിർക്ക്, കുഫ്ർ ഈ വക അടിസ്ഥാനങ്ങളിലാണ് നരകം അർഹിക്കുന്നത്. ആ കാഫിറിൻ്റെയും മുശ്രിക്കിൻ്റെയും കൂട്ടത്തിൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പാപങ്ങൾ ചെയ്തവരുണ്ടാകും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും പരലോകത്തെ കാര്യമാണ്. നരകത്തിൻ്റെ വിശദാംശങ്ങൾ ആലോചിക്കുന്നതിനേക്കാളും ബുദ്ധിപരം എല്ലാവിധ നരകങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ അദാബിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.